ഇച്ഛാശക്തിയോടെ മുന്നോട്ടു പോയാൽ മാറ്റങ്ങളുണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-ന് മീനച്ചിലാർ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള പരിശോധനയിൽ ഈരാറ്റുപേട്ട ബസ് സ്റ്റാൻഡ് പരിസരത്തെ കെട്ടിടങ്ങളിൽ നിന്ന് മനുഷ്യവിസർജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മീനച്ചിലാറ്റിലേക്ക് തുറന്നുവിട്ടിരിക്കുന്നത് കണ്ടെത്തിയ സംഭവം ഈരാറ്റുപേട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവത്തെ തുടർന്ന് നഗരസഭാ കൗൺസിലിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. കെട്ടിട ഉടമകൾക്ക് നൽകിയ അന്ത്യശാസനത്തെ തുടർന്ന് കെട്ടിടങ്ങളുടെ ഏറ്റവും താഴത്തെ നിലകൾക്കുള്ളിൽ മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ഒരുക്കുന്ന ദൃശ്യങ്ങളാണിത്. മീനച്ചിലാർ ശുചീകരിക്കുകയെന്ന ലക്ഷ്യത്തിൽ നിന്ന് അല്പം പോലും പിന്നോട്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി.പി. നാസർ പറഞ്ഞു. കെട്ടിടത്തിന്റെ പുറകുവശത്തേക്ക് ചെന്നു. കെട്ടിടത്തിന്റെ മുൻവശങ്ങളെല്ലാം നല്ല ഭംഗിയാണ്. നല്ല മനോഹരമായി തുണികൾ മടക്കി വെച്ചിരിക്കുന്നു. നല്ല സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൂടെ നമുക്ക് കാണാം. പക്ഷെ അതിന്റെ നേരെ ബാക്കിൽ കക്കൂസ് മാലിന്യങ്ങൾ, മനുഷ്യന്റെ മലവും മൂത്രവും നേരെ മീനച്ചിലാറ്റിലേക്ക് കൊണ്ടുവന്ന കാഴ്ച 2 മാസം മുമ്പാണ്. അവിടെ നടപടിയുണ്ട്. ഞാൻ ആ ബിൽഡിംഗ് ഓണേഴ്സിനോടൊക്കെ ചെന്ന് പറഞ്ഞു, ദയവ് ചെയ്ത് നാടിനെ നശിപ്പിക്കരുത്. ഫൈൻ എത്ര തരാൻ നിങ്ങളുടെ പൈസ ഉണ്ട്, നിങ്ങൾക്ക് ₹1,00,000 മാസം വരുമാനം കിട്ടുന്നുണ്ട്, വാടക കിട്ടുന്നുണ്ട്. ഈ നാടിനെ തീർക്കരുത്, നശിപ്പിക്കരുത്. ഇവിടെ പേരറിയാത്ത രോഗങ്ങൾ വന്ന് കയറുകയാണ്, ആളുകൾ മരിച്ചു വീഴുകയാണ്. ഇതുപോലെ ഇത്രയും ജനസാന്ദ്രതയുടെ പ്രദേശത്ത് ഇത്രയും വലിയ പാപം നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ പരിഹാരം ഉണ്ടാക്കണം എന്ന് അവരോട് കൃത്യമായി പറഞ്ഞു. ഇന്ന് രാവിലെ 7:30 മണിക്ക് പ്രിയപ്പെട്ട എബിമാനിലൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ആറ്റുതീരം മുഴുവൻ ഇല്ലിത്തൈ വെച്ച് നടുന്ന ഒരു വർക്ക് നടത്തി. അതെല്ലാം നട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ കണ്ട കാഴ്ച, നമ്മൾ അന്ന് കൃത്യമായി ഇടപെടൽ നടത്തിയ 2 ബിൽഡിങ്ങുകളിൽ, അതായത് ആ പ്രദേശത്ത് തടവനാൽ പാലം മുതൽ അങ്കാളമ്മൻ കോവിലിൻ്റെ പ്രദേശം വരെ ഏതാണ്ട് 300 മീറ്റർ നീളത്തിൽ കക്കൂസ് വേസ്റ്റിൻ്റെ ഔട്ട്ലെറ്റ് വെച്ചിരിക്കുന്ന 2 ബിൽഡിങ്ങാണ്. ആ 2 ബിൽഡിങ്ങിലും വളരെ കൃത്യമായി, വളരെ മാതൃകാപരമായി അവർ കെട്ടിടത്തിനുള്ളിൽ, മുറിക്കുള്ളിൽ വലിയ കുഴിയെടുത്ത് അത് സെപ്റ്റിക് ടാങ്ക് സ്ഥാപിക്കുന്ന ഒരു കാഴ്ച, മനോഹരമായ കാഴ്ച കണ്ടിട്ടാണ് അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഈരാറ്റുപേട്ട വാർത്തയുടെ ലേഖകൻ സാജിദ് ഉണ്ടായിരുന്നു. സാജിദ് വീഡിയോയിൽ പകർത്തി. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ കൃത്യമായ ഇടപെടൽ നടത്തുകയാണ്. അവിടെ പാർട്ടിയോ ബന്ധുവോ സ്നേഹബന്ധമോ അയൽപക്കമോ ഒന്നുമല്ല. അതൊന്നും നമുക്ക് മാനദണ്ഡമാക്കേണ്ടതില്ല. അതുകൊണ്ട് മുഖം നോക്കാതെ നടപടിയുമായി നഗരസഭ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നാടിനെ ശുചിത്വ നാടാക്കി മാറ്റേണ്ടതുണ്ട്. തുടർന്ന് ഇവിടെ പ്രിയപ്പെട്ട 15-ാം വാർഡിൻ്റെ കൗൺസിലർ പിന്നെ തസ്ലിം സിറാജുണ്ട്, പ്രിയപ്പെട്ട മുൻ നഗരസഭാ ചെയർമാൻ VM സിറാജുണ്ട്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ റൈന ടീച്ചറുണ്ട്. ടീച്ചറുടെ ഒരു വലിയ ആർജവത്തോടുള്ള പ്രവർത്തനമാണ് ആ ആരോഗ്യ മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, നഗരസഭ ഭരണസമിതി അധികാരത്തിനു ശേഷം പെരുമാറ്റച്ചട്ടം, നോമ്പുകാലമൊക്കെ വന്നതുകൊണ്ട് അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേഡിയവും പാർക്കും ബസ് സ്റ്റാൻഡും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇതൊരു 6 മാസം കൊണ്ട് ഇതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ട് നമുക്ക് മറ്റ് വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്.